കാണുന്നില്ലല്ലോ. ഹലോ, ഇത്തന്ന് ഇറങ്ങിപ്പോയി. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റിതു വിത്ത് ഫാമിലി യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളെത്തിയിരിക്കുന്നത് കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിലേക്കാണ്. ഇപ്പോൾ കുറേ ആയിട്ട് അമ്മൂമ്മ പോണം എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ കൊടുങ്ങല്ലൂർ അമ്മയുടെ നട. കുറേ ആയിട്ട് പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് സമയമായത് ഇപ്പോഴാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്രയ്ക്ക് നമ്മൾ കുറേ കാലമായിട്ട് വിചാരിച്ച് നടന്നുകൊണ്ടിരുന്ന ഒരു സംഗതി ഇപ്പോഴാണ് നമുക്ക് നിറവേറിയത്. പണ്ടൊരു സിനിമയിൽ പറഞ്ഞതുപോലെ എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട് ദാസ എന്നൊക്കെയല്ലേ. അപ്പം അതുപോലെ തന്നെ ആയിരിക്കും, എല്ലാത്തിനും അതിൻ്റേതായ സമയം വരുമ്പോൾ മാത്രമേ നമുക്ക് അവിടെ എത്താൻ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ 4 മണിക്ക് പുറപ്പെട്ട യാത്ര നേരത്തെ തന്നെ അവിടെ എത്തി. ഞങ്ങൾക്ക് നന്നായിട്ട് തൊഴാൻ സാധിച്ചു കേട്ടോ. അമ്മമ്മേൻ്റെ തറേൻ്റെ മുകളിൽ ഇരിക്കുക. അമ്മമ്മേൻ്റെ തറേൻ്റെ മുകളിൽ ഇരിക്കുക. എന്താ നല്ല സുഖം. വെള്ളം കണ്ട അവിടെ ഇറങ്ങും. ഓടും കുതിര, ചാടും കുതിര, വെള്ളം കണ്ടാലേ അവിടെ നിൽക്കും. അപ്പത്തെ ബോയ്സിനും ഇപ്പത്തെ ഗേൾസിനും അങ്ങനെ ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ അമ്മേനെ കണ്ട് പ്രാർത്ഥിച്ച് ഇറങ്ങുമ്പോൾ മനസ്സിലൊരു തൃപ്തി തന്നെയല്ലേ. അത് നമ്മുടെ ഏറ്റവും കൂടുതൽ സന്തോഷം അമ്മൂമ്മയ്ക്ക് തന്നെയായിരുന്നു കേട്ടോ. അമ്മൂമ്മ ഏറെ കാലമായിട്ട് വിചാരിച്ചിരുന്നൊരു സംഗതി നടന്നതിൽ അമ്മൂമ്മയ്ക്ക് ഏറെ സന്തോഷം ഉണ്ടായിരുന്നു. പൈസ എടുത്ത് കൊടുക്ക, ചായന്റെ കൈനീട്ടം കിട്ടിയോണ്ട് എടുത്തൂലേ പൈസ കൊടുക്ക. സാധാരണ നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ കാണുന്നത് പോലെ ഒരുപാട് കടകളൊന്നും ഇല്ല. നമ്മൾ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ ഒരു ചെറിയൊരു ഷോപ്പ് കാണാം. അത് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് മുന്നോട്ട് നടന്നിരിക്കുകയാണെങ്കിൽ ഈ പൊരികൾ, അതുപോലെ തന്നെ നുറുക്ക്, അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉള്ളൂ. അപ്പോൾ ഈ തൊട്ടടുത്ത ഉത്സവം കഴിഞ്ഞുകൊണ്ട് തന്നെ ആ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്രത്തോളം ആയിരുന്നുള്ളത്. അങ്ങനെ കൊടുങ്ങല്ലൂർ അമ്മയെ തൊഴുതിറങ്ങി ഞങ്ങൾ നേരെ പോയത് തിരുവഞ്ചിക്കുളത്തേക്കാണ്. തിരുവഞ്ചിക്കുളം ക്ഷേത്രത്തിൽ ഞങ്ങൾ ആദ്യമായിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ സന്ദീപേട്ടൻ പറഞ്ഞ് അങ്ങനെ ഒരു ക്ഷേത്രം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടേക്ക് നേരെ പോയതാണ്. അപ്പം അവിടെയും കൂടി തൊഴാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ നേരെ കാറിലോട്ട് കയറി തിരുവഞ്ചിക്കുളത്തേക്കുള്ള യാത്ര തുടരുകയാണ്. നമുക്ക് കുറെ ചില്ലറ പൈസ കൊടുത്താൽ കുറെ ഉണ്ടെന്ന്. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ തിരുവഞ്ചിക്കുളം ക്ഷേത്രം. അപ്പം നമ്മൾ അവിടെ എത്തുമ്പോഴേക്കും സൂര്യൻ്റെ ചൂട് അസഹനീയമായിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഈ പുലർച്ചെ നേരത്തെ കാലത്തെ നമ്മൾ തൊഴുതിറങ്ങുക എന്ന് പറയുന്നത് അതൊരു പ്രത്യേക ഫീൽ തന്നെയാണ് ഏതൊരു അമ്പലത്തിൽ പോവുകയാണെങ്കിലും. അപ്പം ഞങ്ങൾ അവിടെ എത്തുമ്പോഴേക്കും തന്നെ വെയിൽ നന്നായിട്ട് ഉദിച്ച് നിൽക്കുന്ന ഒരു ടൈം തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളവിടെ തൊഴുതു. പിന്നെ ഇതൊക്കെ ഓരോ വഴിപാടിന് വേണ്ടിയിട്ട് അവരെടുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളാണ്. തിരുവഞ്ചിക്കുളം ക്ഷേത്രത്തിൽ തൊഴുതിറങ്ങി ഞങ്ങൾ നേരെ ചെന്നത് ഫുഡ് കഴിക്കാനായിരുന്നു കേട്ടോ. എല്ലാവർക്കും നന്നായിട്ട് വിശപ്പിൻ്റെ വിളി വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു വെജ് ഹോട്ടലിൽ തന്നെ കയറി. ഏതായാലും ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് വെജ് തന്നെ ആക്കാമെന്ന് വിചാരിച്ചു. ഇങ്ങനെയുള്ള ടൈമിൽ സാധാരണ നമ്മൾ സ്ഥിരം കഴിക്കാറുള്ള മസാല ദോശ തന്നെ വാങ്ങിച്ചു കേട്ടോ. ആദ്യം വിചാരിച്ചത് വടയെല്ലാം വാങ്ങിക്കണം എന്നാണ്. പക്ഷേ നമുക്ക് അത് കഴിച്ചപ്പോൾ തന്നെ നന്നായിട്ട് വയറ് നിറഞ്ഞിരുന്നു. നല്ല ഫുഡ് തന്നെയായിരുന്നു കേട്ടോ. തൃശ്ശൂർ വന്ന സ്ഥിതിക്ക് തൃപ്രയാർ കണ്ടില്ലെങ്കിൽ അതൊരു വമ്പൻ നഷ്ടം തന്നെ ആയിരിക്കില്ലേ. അങ്ങനെ ഞങ്ങൾ നേരെ വിട്ടു തൃപ്രയാറോട്ട് കേട്ടോ. അപ്പോൾ തൃപ്രയാർ വന്നപ്പോൾ ഞങ്ങൾക്ക് ഉണ്ടായത് വലിയൊരു കാഴ്ച തന്നെയാണ്. ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷിപ്പിച്ചൊരു കാഴ്ച തന്നെയാണ് കേട്ടോ അവിടെ എത്തിയപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ തൃപ്രയാർ പോയി. ആദ്യമായിട്ടാണ് നമ്മൾ തൃപ്രയാറും വരുന്നത്.
പലരും ഇത് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതെന്താ സംഗതി എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇതിനാണ് നമ്മൾ പള്ളിയോടം എന്ന് പറയാം. പള്ളിയോടം സാധാരണ നമുക്ക് വള്ളംകളി ആ ഒരു സംഭവ സ്ഥലത്തൊക്കെ ഉണ്ടാവാറുണ്ട് ഈ ഒരു പള്ളിയോടം. പക്ഷേ ഇതെന്താണെന്ന് വെച്ചാൽ അക്കരെ ഉത്സവത്തിന് ശ്രീരാമനെ കൊണ്ടുപോകുന്ന പള്ളിയോടം ഇക്കരയ്ക്ക് എത്തിച്ച് കയറ്റാനുള്ള തത്രപ്പാടിലാണ് ഇട്ടവർ. അപ്പം അതിനുവേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അപ്പം എല്ലാ പ്രാവശ്യവും എല്ലാ കൊല്ലം ഇതുപോലെ രാമനെ കൊണ്ടുവരിക ഈ ഒരു പള്ളിയോടത്തിലാണ്. അപ്പം ഈ ഒരു പള്ളിയോടം ഇനി നമുക്ക് ആ ഒരു ക്ഷേത്രത്തിൻ്റെ അകത്ത് ഒരു പള്ളിയോടത്തിനായിട്ട് തന്നെ ഒരു അറ ഒരുക്കിയിട്ടുണ്ട്, അവിടേക്ക് കൊണ്ടുവെക്കാറാണ്. അയ്യോ ആറാട്ടുപൂരം 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 പൂരല്ലേ? അത് ദേവസ്വം തുപ്പേരുടെ മെയിൻ നെടുനായകത്തിന് തുപ്പേരുടെ വരും. അപ്പൊ ആളോടെ ഇവിടുന്ന് പൂരത്തിനായി അങ്ങോട്ട് പോകും. മാർച്ച് അതുപോലെ മാർച്ച് 30 പൂരം. അപ്പൊ 28 വൈകിട്ട് വന്നാൽ കാണാം പുഴ കിടക്കുന്നത്. ദേവരത്തിട്ട് പുഴ കിടക്കും. അപ്പുറത്തെ ക്ഷേത്രത്തിൽ പോകും. അപ്പൊ അതിൽ ആറാട്ടുപുഴ ക്ഷേത്രം ഉണ്ട്. ആറാട്ടുപുഴയിലേക്കാ അതെന്താണ് കഴിഞ്ഞു. പിന്നീട് തൃപ്രയാർ ദർശനം കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് ഭക്ഷണമെല്ലാം കഴിച്ചു, നേരെ തിരിച്ചു. അപ്പോഴേക്കും നമുക്ക് വെയിലിൻ്റെ ചൂടോടെ ഇരിക്കണം, നന്നായിട്ട് വെള്ളത്തിന് ദാഹിക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തൊട്ട് മുന്നിലായിട്ട് ദേ ഇതുപോലൊരു സർബത്തിൻ്റെ കടയുണ്ട്. ഹലോ ഗൈസ്, സ്ട്രോ വെച്ച് കുടിക്കണോ ഗൈസ്? അമ്മയ്ക്കുണ്ടോ ഗൈസ്? ഇത്തിരി തരാനുണ്ടോ ഗൈസ്? എന്താ ഇളനീ വെള്ളോ? തൃശ്ശൂരിൽ വേറൊരു ക്ഷേത്രം കൂടി നിങ്ങൾക്ക് പരിചിതമായിരിക്കില്ലേ, നമ്മുടെ ഗുരുവായൂരപ്പനെ. അപ്പോൾ ഗുരുവായൂരപ്പനെ കാണാണ്ട് പോരാൻ പറ്റുമോ അവിടെ ചെന്നിട്ട്? അങ്ങനെ ഞങ്ങൾ ഗുരുവായൂരപ്പനും കൂടി കാണാമെന്ന് വിചാരിച്ചു ചെന്നതായിരുന്നു കേട്ടോ. അങ്ങനെ ഫസ്റ്റ് നമുക്ക് നട തുറക്കുക എന്തായാലും 4:30-ക്കാണ്. അപ്പം ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് ആനപ്പന്തിയിൽ വരെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. പോണ വഴിക്ക് ഇതേ കരിമ്പിൻ്റെ ഒരു കട കണ്ടപ്പം വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ച് കയറിയതാണ്. അവിടെ ചെന്നൊരു കരിമ്പിൻ ജ്യൂസും വെട്ടി ഇതേ കുറച്ച് നേരം അതും കുടിച്ചിരുന്നു. ഇത് ദേ തൃപ്രയാർ പോയി വരുമ്പം അവിടുന്ന് കൈക്കലാക്കിയ സാധനമായിരുന്നു കേട്ടോ. ഈ ഒരു ചോക്കും അതുപോലെ തന്നെ ആ ഒരു ബോർഡ് എന്നില്ല ഒരു ആപ്പിളിൻ്റെ ചെറിയൊരു സാധനം. അപ്പം അതും വെച്ച് ഫോട്ടോ വരച്ച് കളിക്കുന്ന തിരക്കിലായിരുന്നു ആനയുടെ കേട്ടോ. ശരിയില്ലല്ലോ സാധനം. സൂപ്പർ കണ്ണു ചെറിയൊക്കെ ഈ വെച്ചോ, അത് ബാക്കി ഫിനിഷിംഗ് അടിപൊളിയായിട്ട് രാവിലെ ആകുമ്പോ വരും കുളിക്കാൻ. കിടന്ന് രാവിലെ കുളിപ്പിക്കാൻ കയറിയിട്ട് ഇങ്ങനെ വരും. അവിടെ സൈഡില് അക്ഷയ അമ്മ പോയിരുന്നു.
അതിൽ പൗരേ ഉണ്ടാവുള്ളൂ. കൊമ്പൊക്കെ ഇത് മാത്രം എടുത്തൊരു വീഡിയോ ഇങ്ങനെ ചെയ്യാം. വരൂ. എടുത്ത് തലാട്ടി കൊടുത്തു. അപ്പൊ തലാട്ടു ആന തലാട്ടി കൊടുക്ക്. അത് എടുത്തിടേക്കോ കുട്ടിച്ചൊന്ന് കേറുമ്പത്തേക്ക് അടുത്തതിടും. കണ്ടോ നിർത്തോ ഉള്ളിൽ കറങ്ങാൽ മതി. പിന്നീട് നമ്മളിതേ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് തിരിക്കുകയാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തി അവിടുന്ന് വേഗം നമുക്ക് തൊഴുതിറങ്ങാൻ സാധിച്ചു. സാധാരണ നമ്മൾ ഗുരുവായൂരിൽ എപ്പോഴും പോവാറ് തലേ ദിവസം പോയി പിറ്റേ ദിവസം രാവിലെ തൊഴാറാണ്. തലേ ദിവസം ശിവലി കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, രാത്രിയിലുള്ള ആ ഒരു ശിവലി കണ്ടിരിക്കാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ തലേന്നേ പോയി അവിടെ നിൽക്കാറാണ്. എന്തായാലും ഇപ്രാവശ്യം പോയപ്പോഴും നമുക്ക് നല്ല രീതിയിൽ തന്നെ തൊഴുത് ഇറങ്ങാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ക്യൂ ഒന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ കയറി ആ ഒരു ക്യൂ നിന്ന് വേഗം തന്നെ ഓരോന്നായിട്ട് കടത്തി വിടുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എവിടെ നിന്നിട്ടില്ല, കുറച്ച് ബ്ലോക്ക് കിട്ടിയിട്ടേ ഉള്ളൂ. വേഗം നമുക്ക് വീട്ടിലെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഇപ്പം ബൈപ്പാസ് കൂടി ആയതുകൊണ്ട് തന്നെ നല്ല റോഡായിരുന്നു. അതുകൊണ്ട് തന്നെ അധികം ബ്ലോക്കൊന്നും ഇല്ലാണ്ട് നമ്മൾ വേഗം വീട്ടിലേക്ക് എത്തി. എന്തായാലും ഒരു 3 മണിക്കൂർ യാത്രയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം പോകുന്ന വഴിക്കാണെങ്കിലും നമുക്ക് അധികം വെറീസൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ കൊടുങ്ങല്ലൂർ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പം വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.